ക്ഷേത്ര വഴിപാടുകളുടെ പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയതായി ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ദേവസ്വം അക്കൗണ്ട് ഓഫീസ് മേധാവിയും ശബരിമല ദേവസ്വം മെയിൻ സ്റ്റോർ മുൻ സൂപ്രണ്ടും ആയിരുന്ന എസ് മനുവിനെതിരെ ഗുരുതര ക്രമക്കേടാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. അഷ്ടാഭിഷേകത്തിന് അളവിൽ കൂടുതൽ സാധനം വാങ്ങിയ ഇനത്തിൽ 10 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ശാലിനി ചേരുന്നു. ശാലിനി, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥനാവട്ടെ, പ്രസിഡന്റ് ആവട്ടെ, ബോർഡ് അംഗമാകട്ടെ, അഴിമതിയാണ്. ഇപ്പോൾ നമുക്കറിയാം ദേവസ്വം ബോർഡിൻ്റെ എത്രയോ മുൻ ബോർഡ് പ്രസിഡന്റുമാർ, അംഗങ്ങളൊക്കെ വിവിധ അഴിമതി കേസുകൾ ജയിലിനുള്ളിലും പുറത്തുമൊക്കെയായി ഇങ്ങനെ കഴിയുന്നു. അപ്പോഴാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അഷ്ടാഭിഷേകത്തിൻ്റെ പേരിലൊക്കെ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥൻ അതിലുണ്ട് എന്നുള്ള ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വരികയാണ്. മനു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഗുരുതരമായ ഈ കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ക്രമക്കേടുകൾ, അഴിമതികൾ നടത്തുന്ന ബോർഡ് പ്രസിഡന്റുമാർ, അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് ചില ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നു. ഇതിന്റെ ഭാഗമായി ലക്ഷങ്ങൾ അവർ കൈപ്പറ്റുന്നു, അവരുടെ അക്കൗണ്ടുകളിലേക്ക് അത് മാറ്റുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. 2017-20 കാലഘട്ടങ്ങളിൽ ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന ശബരിമലയിലെ മെയിൻ സ്റ്റോറിൽ നടന്ന ചില ക്രമക്കേടുകൾ സംബന്ധിച്ചാണ് ഓംബുഡ്സ്മാന്റെ മുൻപിലേക്ക് ഒരു പരാതി എത്തുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസ് പരിശോധന നടത്തി അന്വേഷണം നടത്തിയ ഒരു റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് നൽകി. കഴിഞ്ഞ 2 ഭരണസമിതിയുടെ കാലത്തും ആ റിപ്പോർട്ട് പുറം ലോകം കാണാതെ ഫയലിൽ തന്നെ ഉറങ്ങുകയായിരുന്നു. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. ഇതിൽ പറയുന്നത് പ്രകാരം അഷ്ടാഭിഷേകത്തിനടക്കം വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് ചില ഉദ്യോഗസ്ഥർ എന്നുള്ളത്. അതായത് പറയുന്നത് ദേവസ്വം അക്കൗണ്ട്സ് മേധാവിയും ഒപ്പം തന്നെ ശബരിമല ദേവസ്വം മെയിൻ സ്റ്റോറിന്റെ മുൻ സൂപ്രണ്ടുമായിരുന്ന എസ് മനുവിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുള്ളത്. 10 ലക്ഷത്തിലധികം രൂപ ഇദ്ദേഹം നഷ്ടത്തിൽ വരുത്തി എന്നുള്ളതാണ്, ബോർഡിന് നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, അഷ്ടാഭിഷേകം നടത്തുന്നതിന് വേണ്ട അളവിൻ്റെ ഇരട്ടിയിലധികം സാധനങ്ങൾ വാങ്ങി അതുവഴി ഏകദേശം 49,77,015 രൂപ ഇത്തരത്തിൽ ബോർഡിന് വലിയ രീതിയിലുള്ള ബാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കായി പറയുന്നത്. അതുമാത്രമല്ല, വാങ്ങിയതിൻ്റെയോ വിൽപ്പന നടത്തിയതിൻ്റെയോ ഒന്നും തന്നെ തെളിവുകൾ ഈ ബോർഡിൽ സൂക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഓംബുഡ്സ്മാന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ശബരിമലയിലെ മെയിൻ സ്റ്റോർ സൂപ്രണ്ടും തമ്മിൽ പരസ്പര ധാരണയോടുകൂടിയാണ് ഈ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തിയത്. അതായത് ദിവസവേതനക്കാർക്കും ഈ ക്രമക്കേടിൽ പങ്കുണ്ട് എന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള വിജിലൻസ് തന്നെ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് പുറം ലോകം കാണാതെ ആ റിപ്പോർട്ടിന്മേൽ യാതൊരു രീതിയിലുള്ള നടപടിയും സ്വീകരിക്കാതെ പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ അരവണ പ്ലാന്റിലൊക്കെ മിന്നൽ പരിശോധന ദേവസ്വം വിജിലൻസ് നടത്തിയിരുന്നു. ഇതിന് നടത്തിയപ്പോൾ ഓപ്പൺ ലിഡ് കാർട്ടൺ ബോക്സ് അടക്കമുള്ള പേപ്പർ കണ്ടെയ്നറുകൾ ആവശ്യത്തിൽ കൂടുതൽ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കണക്കിൽ പെടുത്താത്ത രീതിയിൽ അമിതമായി ഓരോ ഇനത്തിലും ലക്ഷങ്ങളുടെ അഴിമതികളാണ് പുറത്തു വരുന്നത്. ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ അഴിമതിയുടെ വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഉദ്യോഗസ്ഥൻ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ മെയിൻ സ്റ്റോർ മുൻ സൂപ്രണ്ടായിരുന്ന എസ് മനുവാണ് ഇത്തരത്തിൽ ലക്ഷങ്ങൾ വഴിപാടുകളുടെ പേരിൽ ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയത് എന്നുള്ള വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നു. പക്ഷേ മറ്റ് നടപടികളൊന്നും ആയിട്ടില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.